മഹാനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അളാപ്പയായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു, അബ്ബാസ് തങ്ങളെ, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരട്ടെയോ? അബ്ബാസ് തങ്ങളോട് സയ്യിദുനാ റസൂലുള്ളാഹി അളാപ്പയോട് ചോദിച്ച്, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരട്ടെയോ? റസൂലുള്ളാഹി അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചതാണ്. പക്ഷെ ഇതാരല്ല, അവിടുത്തെ കൈപിടിച്ചുകൊണ്ട് ചോദിച്ചു, ഞാനൊരു സമ്മാനം തരട്ടെയോ? അപ്പൊ അത് ചില്ലറയുള്ള സമ്മാനം തന്നെ, വലിയൊരു സമ്മാനം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമ്മാനം എന്താണെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം പറഞ്ഞ ഒരു വാക്ക്, ഇത് നീ ഈ സമ്മാനം ഏറ്റെടുത്താൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം തരുമോ? ഗഫറല്ലാഹു ലക അവലഹു വആഖിറഹു വഖദീമഹു വഹദീഥഹു വഖതഅഹു വഅംദഹു വസിറഹു വഅലാനിയതഹു വസഗീറഹു വകബീറഹു. അല്ലാഹു തങ്ങൾ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തു തരും. എന്ത്? അവലഹു വആഖിറഹു, ഇപ്പൊ ചെയ്തതും മുമ്പ് ചെയ്തതും. വഖതഅഹു വഅംദഹു, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതും മറന്നു ചെയ്തതും. വസിറഹു വഅലാനിയതഹു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. വസഗീറഹു വകബീറഹു, ചെറുതും വലുതും എല്ലാ പാവങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പൊരുത്തു തരും. അത്രയും വലിയ സമ്മാനമാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകും. മഹാനായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഈ സന്തോഷമായി ഞാൻ പറയട്ടെ, പറഞ്ഞാലും മതി, നമുക്കത് ജീവിതത്തിൽ കൊണ്ടു നടക്കണം. സമ്മാനം പറഞ്ഞാൽ മതിയാവില്ല, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കണം. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, ഈ സമ്മാനം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അബ്ബാസ് തങ്ങളെ, ഇതെന്തല്ല, നിങ്ങൾക്ക് സാധിച്ചാൽ എല്ലാ ദിവസവും അത് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഹൈറാണ്. എല്ലാ ദിവസവും അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ വലിയ സന്തോഷമാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയില്ലേ, എന്നാൽ എല്ലാ ആഴ്ചയും ഒരു ദിവസമെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. എല്ലാ ആഴ്ചയും ഒരു ദിവസം, എല്ലാ ആഴ്ചയും ഒരു ദിവസം ചെയ്യാൻ കഴിഞ്ഞില്ലേ, മാസത്തിലൊരിക്കലെങ്കിലും അത് ചെയ്യണം. മാസത്തിലൊരിക്കൽ ചെയ്യാൻ കഴിഞ്ഞില്ലേ, എന്നാൽ കൊല്ലത്തിലൊരിക്കലെങ്കിലും ആ സമ്മാനം, ഞാൻ പറഞ്ഞു തരുന്ന സമ്മാനം നിങ്ങൾ ചെയ്യണോ? കൊല്ലത്തിലും ചെയ്യാൻ കഴിഞ്ഞില്ലേ, എന്നാൽ ആയുസ്സിലൊരിക്കലെങ്കിലും ആ കർമ്മം നീ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. അബ്ബാസ് തങ്ങള് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾ പറയുന്ന കുറച്ച് ഏകദേശം തിരിയുന്നുണ്ടോ? ഏകദേശം ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടോ? അല്ലെ? എന്താണ് ആ സമ്മാനം? തസ്ബീഹ് നിസ്കാരം. മാഷാ അല്ലാഹ്, മാഷാ. ഇങ്ങനെ പറയുമ്പോ തിരിഞ്ഞു വായിച്ച മാസം അല്ലെ, കൊല്ലം എന്ന് പറയുന്നത് അല്ലെ. തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, വലിയ പ്രതിഫലമുള്ള വലിയ പുണ്യമുള്ള നിസ്കാരം. ആ നിസ്കാരത്തിന് ഫുള്ള് തസ്ബീഹ് ആയതുകൊണ്ടാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞത്. ഇവിടെ നെയ്ച്ചോറ് പോലെ എന്തല്ല, നെയ്ച്ചോറിന് പേര് മാത്രമാണ് ഈ റൈസ് എന്ന് പറഞ്ഞത് അല്ലെ. ഇല്ല, ഇത് ഫുള്ള് ഫസ്റ്റ് എന്ന ലാസ്റ്റ് വരെ തസ്ബീഹ് തന്നെ. അപ്പൊ തസ്ബീഹ് ആയതുകൊണ്ട് തസ്ബീഹ് നിസ്കാരം വലിയ അതീതാണ്. ചില ആളുകൾ ഈ അതീത് ദഈഫാണ് എന്ന് പറഞ്ഞവരുണ്ട്. ദഈഫാണെങ്കിൽ ദഈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്യാം, പക്ഷെ മൗദൂആണെന്ന് ആരും പറഞ്ഞില്ല. അതായത് നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ് എന്നാരും പറഞ്ഞില്ല. ചില ആളുകൾ ദഈഫായ ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് സ്വഹീഹാണെന്ന് പറഞ്ഞവരുണ്ട്, ഹസനാണെന്ന് പറഞ്ഞവരുണ്ട്, ജയ്യിദാണെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഈ ഹദീസ് കൊണ്ട് നമുക്ക് അമല് ചെയ്യാൻ പറ്റും. അപ്പൊ വലിയ പുണ്യ കർമ്മമാണ് തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അത് എല്ലാ ദിവസവും നിർവഹിച്ച ആളുകളുണ്ടായിരുന്നു. മുമ്പ് കാലത്തൊക്കെ ഈ വെള്ളിയാഴ്ച എല്ലാ പള്ളിയിലും, ഇന്നും അൽഹംദുലില്ലാഹ് ചിലപ്പോ നമ്മുടെ പള്ളിയിലൊക്കെ കാണാൻ കഴിയും. ചില ആളുകൾ തസ്ബീഹ് നിസ്കാരം എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കുന്ന ആളുകളുണ്ട്, മാസത്തിൽ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ 27 രാത്രി ഒരു തസ്ബീഹ് നിസ്കാരം. സൂറത്ത് പറഞ്ഞതാ, കൊല്ലത്തിലൊരിക്കൽ. അത് കഴിഞ്ഞിട്ട് ആയുസ്സിലൊരിക്കൽ ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിന്റെ രൂപം അതെങ്ങനെയാണ്, ഇതിന്റെ നിയ്യത്ത് എന്താണ്, സൂറത്ത് എന്താണ്, ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പഠിക്കാം. രാത്രിയൊക്കെ നിസ്കരിച്ച ആളുകളാണ് കൂടുതൽ ഈ സദസ്സിലുള്ളത്. നമ്മുടെ എല്ലാ
അമലുകൾ നമ്മിൽ കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത് പഠിച്ചാൽ മാത്രം മതിയാവില്ല. റസൂലുള്ള ഒരു സമ്മാനമായിട്ടാണ് ഏൽപ്പിച്ചത്. അബ്ബാസ് തങ്ങളുടെ കയ്യിൽ. അബ്ബാസ് തങ്ങൾക്ക് മാത്രമല്ല നമുക്കെല്ലാം ബാധകമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ഗ്രഹങ്ങളാണ് പറഞ്ഞത്. കുറച്ചോനെ ശിഫാ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. കഴിഞ്ഞ റമദാനിന്റെ തറാവീഹിലും അതുപോലെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിലൊക്കെ നമ്മുടെ വണ്ടിയിൽ നേരെ സാന്നിധ്യമായിരുന്നു. കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ നല്ല ആരോഗ്യം മംഗലാപുരത്തേക്ക് ബൈക്കിലൊക്കെ പോയ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ കൊല്ലം വലിയ പ്രയാസപ്പെടുന്നത്. നമുക്ക് ശിഫാ നൽകല്ലോ, ആഫിയത്ത് നൽകല്ലോ, ആരോഗ്യം നൽകല്ലോ. അദ്ദേഹത്തിന്റെ കാക്കാർക്ക് അത്ലച്ച അബോധാവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ നടപ്പിലാക്കണേ റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. ശിഫാ നൽകണേ അല്ലോ, ശിഫാ നൽകണേ അല്ലോ. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ കുടുംബക്കാര്, അയൽവാസികളിൽ പടച്ചവനെ എല്ലാവർക്കും ശിഫാ നൽകണേ അല്ലോ. എല്ലാ ദിവസവും ഉച്ച മുതൽ രാത്രി വരെ നമുക്ക് വേണ്ടി വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരുപാട് ഉമ്മമാരുടെ പടച്ചവനെ അവർക്ക് നീ ആഫിയത്ത് നൽകുന്ന കൈകാലുകൾക്ക് ശക്തി നൽകണേ അല്ലോ. ഇവിടെ ഖിയാമത്തിൽ വന്ന ആളുകൾക്ക് നല്ല എണ്ണക്കടി സുബ്ഹാനല്ലാഹ് രാത്രി തുടങ്ങിയിട്ട് 2 മണി വരെ അതിങ്ങനെ അടുപ്പിന്റെ അടുത്ത് നിന്നിട്ട് കായ്ച്ചു എന്നാണ് പറഞ്ഞത്. പടച്ചോനെ ആ സഹോദരിമാർക്ക് ബർക്കത്ത് നൽകണേ അല്ലോ. അപ്പൊ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ സവാബ് ആ സഹോദരിമാർക്ക് നൽകണേ അല്ലോ. എല്ലാ നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാർ ദീനിനെ സ്നേഹിക്കുന്നവരാണ്, പള്ളിയെ സ്നേഹിക്കുന്നവരാണ്, ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്നവരാണ്. പടച്ചവനെ അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലോ, സന്തോഷം നൽകണേ റഹ്മാനെ. പ്രവാസികളായി അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ നാട്ടുകാരിൽ പലരും പരിശുദ്ധമായ മദീന മുനവ്വറയിലാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് നൽകുക, ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ സദസ്സിലും റമദാനിലും അതിനു മുമ്പുള്ള മാസങ്ങളിലും കൊല്ലങ്ങളിലും ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, ഒരുപാട് അമലുകൾ ചെയ്തവരാണ്. എല്ലാ അമാലുകളും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമാലുകളായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم أدخلني من النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.